ഈ കളക്ടർ നമ്മളോട് ഇവിടെ ഒഴിഞ്ഞു പോവാൻ പറയുന്നു. അപ്പൊ ആ മാധവൻ പറയണേ എസ്റ്റേറ്റ് ഒക്കെ ഗവൺമെന്റിന്റെ കൈക്കലാകെ ഇനി മുതൽ കൂലിവേല ഇല്ലെന്ന്. എത്രയോ ദൂരം ചെന്ന് ജോലി ചെയ്ത് 3 ദിവസം കഴിഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെയാടി? എന്റെ ദൈവമേ, വാ വേഗം ഓടി വാ. ഞാൻ എന്തായി കാണുന്നേ? പോയല്ല മൂപ്പ, ഇത് നോക്ക് ഇങ്ങനെ കിടക്കുന്നെന്ന്. പോടുന്നു. ആ വന്നേ. വാടോ എടോ, ഒന്ന് വേഗം പെട്ടെന്നാവട്ടെ. സാറേ, പുലി ആക്രമിച്ചു, കരടി ആക്രമിച്ചു എന്ന് എന്തെങ്കിലും പറഞ്ഞ് ഇവളെ കീറി മുറിക്കരുത് സർ. ഇങ്ങനെ തന്നെ തന്നേക്ക് സർ, ചടങ്ങ് ചെയ്യാനാണ്. എന്തുവാടോ മറ്റടുത്ത സമ്പ്രദായം? പുലിയാണോ മനുഷ്യനാണോ എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താലേ അറിയൂ. വേഗം വേഗമാവട്ടെ. കാട്ടിലെ സ്ത്രീയെ പുലി ആക്രമിച്ചത് നേരാണോ സർ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതല്ലേ പറയുന്നത്. സാർ, ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് നടപടി എടുത്തിരിക്കുന്നത്? വനവകുപ്പിന്റെ സഹായത്തോടെ 10 സ്ഥലങ്ങളിലായി പുലിയെ പിടിക്കാനായി കെണിയൊരുക്കിയിട്ടുണ്ട്. പുലിയുടെ കാലടയാളം കണ്ടുപിടിക്കാൻ അവിടെയായിട്ട് ക്യാമറകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വനവകുപ്പും പോലീസുകാരും ഉറക്കമൊഴിഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ആരും തന്നെ പേടിക്കണ്ട. നമ്മൾ പോയി കളക്ടറെ കണ്ടൊരു ഹർജി കൊടുക്കുക, എന്നിട്ട് മരണം വരെ നിരാഹാരവും. ഇവൻ പറയുന്നത് പോലെ ചെയ്താൽ ചിലപ്പോ നമുക്ക് നല്ലത് നടന്നാലോ. നമ്മൾ ഒരുപാട് പട്ടിണി കിടന്ന് ജീവിച്ചവരല്ലേ? അതിന്റെ മറ്റൊരു പേരാണ് നിരാഹാരം. ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ചേർന്ന് നിരാഹാരം ഇരിക്കാം. മരിച്ചങ്ങ് മരിക്കട്ടെ എന്ന്. നമസ്കാരം മൂപ്പ. വരണം സാറേ. ഈ കുഞ്ഞ് തന്റെ അമ്മ എവിടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് മറുപടി പറയും? വിഷമിക്കേണ്ട മൂപ്പ.
ഇവളുടെ വിദ്യാഭ്യാസ ചെലവൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ അങ്ങനെ അങ്ങ് വിടുവോ? അതല്ല അങ്ങുന്നേ, ഈ കാട് ഞങ്ങളുടെ പെറ്റമ്മയെ പോലെ ഇതുവരെ ആർക്കും ഒരു ആപത്തും ഇവിടെ സംഭവിച്ചിട്ടില്ല. എന്റെ പൂർവികരൊക്കെ ഈ കാട്ടിലാ ജീവിച്ചത്. ഇതുവരെ ഇങ്ങനെയൊന്നും കേട്ടിട്ടേ ഇല്ല. പുലി ആനയൊക്കെ ആക്രമിച്ചു എന്നുള്ളത് ഇവിടെയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടാകുന്നേ. വിചാരിക്കാത്ത കാര്യങ്ങളാ സംഭവിക്കണം. അതാ എനിക്കും മനസ്സിലാവാത്തത്. വിവരം അറിഞ്ഞത് ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ച് നേരെ ഇങ്ങോട്ടാ വരുന്നത്. സാറേ, ഇതിനെ ചൊല്ലി കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്താലോ? എന്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോവാണെങ്കിൽ അപ്പൊ നോക്കാം. ശരി സാറേ, എന്നാ കാണാം. ആയിക്കോട്ടെ അങ്ങുന്നേ. പിന്നെ എന്ത് പറയാനാ? എത്ര പേടിപ്പിച്ചാലും പേടിക്കില്ലെന്ന് വെച്ചാ മരമണ്ടന്മാര്. താൻ അത്രയ്ക്ക് എന്ത് ചെയ്തെന്നാ പറയുന്നേ? അതല്ല പുലിയെ വിട്ടത്. എന്തോന്ന്? പുലിയെ വിട്ടെന്നോ? പുലിയെ പോലെയല്ലേ വിട്ടത്? പുലീനല്ലേ പേടിയില്ലാതുള്ളൂ. തോക്ക് കൊടുക്കാലോ. നമുക്കിട്ട് വെടിവെച്ചാലോ? അവന്മാരോ? ഒന്ന് പോടോ. അവന്മാരൊഴിപ്പിക്കുന്ന കാര്യം എൻ്റെ അടുത്ത് വിട്ടേക്ക്. മുള്ളം പാറയിൽ അവന്മാരെ ഞാൻ ഒഴിപ്പിച്ചു തരാം. പകരമായിട്ട് നിങ്ങൾ എനിക്ക് എന്ത് തരും? 2C വാങ്ങിക്കോ. ഈ 2C 3C ഇതൊന്നും എൻ്റെ അടുത്ത് പറയണ്ട. ഷെയർ തരാന്ന് പറ. 2 ദിവസത്തിനുള്ള അവന്മാരെ ഞാൻ ഓടിപ്പിക്കും. വെറും വാചകടി അല്ലാതെ പ്രവൃത്തിയിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ. എന്തേ മൂപ്പാ, ഭയങ്കര ജോലിയിലാണല്ലോ. എത്ര പറഞ്ഞാലും നിങ്ങൾ ഇവിടുന്ന് പോവില്ലല്ലോ. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കലക്ടർ ഈ തോക്ക് ഇവിടെ തരാൻ പറഞ്ഞു. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ കാട്ടിൽ ജീവിക്കുന്ന ആളാ. എനിക്കിതിന്റെ ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല. എനിക്കിത് വേണ്ട. പോയിക്കോളൂ. മൂപ്പാ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ, വാങ്ങിച്ചോളൂ. ഞങ്ങളെ സ്വയം രക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. ഈ കാട് നിങ്ങൾക്ക് പുതിയതാ, നിങ്ങൾ വെച്ചേക്ക്. രക്ഷയാണത്രേ. ഡാ, നിന്റെ പേര് പോലെ തന്നെ പെരുമാറ്റവും. മര്യാദയ്ക്ക് തോക്ക് കൊണ്ടുപോയി തിരിച്ചു കൊടുത്തേക്ക്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയൊന്നല്ല ഇതവർ തന്നിരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഈ ലോകത്തിന്റെ തന്നെ നാഥൻ ഞാനാണ്. മേ കമിൻ സർ? യെസ്, കമിൻ. സർ, പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ട്. ശരി, വരാൻ പറയൂ. പിന്നെ ഇതൊരു വാർത്തയാക്കരുതെന്ന് പറയണം. ഓക്കെ സർ. നമസ്കാരം മോളെ. നമസ്കാരം. ഇപ്പെല്ലാം ഭേദമായി വരുന്നുണ്ടോ? ആരാണെന്ന് മനസ്സിലായില്ല അല്ലേ? ഇത് ഞാനാ, പ്രതിപക്ഷ നേതാവ് കരുനാഗപ്പള്ളി കരുണാകരൻ. മോള് വിഷമിക്കണ്ടെന്നേ. നിന്റെ ഈ പോരാട്ടം ജനങ്ങൾക്കിടയിൽ ഒരു വലിയ കോളിളക്കം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ സമൂഹത്തിൽ ജനങ്ങൾക്ക് പെട്ടെന്നൊരു ബോധോദയം വന്നിട്ടുണ്ട്. ഒരു പ്രതിപക്ഷമായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിനക്ക് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. നിന്നെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇനി പുറത്തു പോയി നിന്റെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ പോരാടും. പിന്നെ കാണാം മോളെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാ പോരെ? അത് ശരിയാ. എന്നാ പെട്ടെന്ന് വേണമെങ്കിൽ നിന്നോ. നല്ല പോസ് ആയിരിക്കണം കേട്ടോ. കുറച്ചുകൂടെ മതിയോ? അത് തന്നെ നേതാവേ. നാളത്തെ പ്രധാന വാർത്ത ഇത് തന്നെയാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി.